തൻ്റെ മരണപ്പെട്ട പ്രിയ സഹോദരൻ ലാസറിനെ പ്രതി കണ്ണുനീർ പൊഴിക്കുന്ന മാർത്തയുടെയും മറിയത്തിൻ്റെയും അരികിലേക്ക് ആശ്വാസദായകനായി ക്രിസ്തു കടന്നു വരുന്നു. അവരുടെ നെഞ്ചു പൊട്ടിയുള്ള വിലാപം ക്രിസ്തുവിൻ്റെ കണ്ണ് നനയ്ക്കുന്നു. അങ്ങനെ ജീവനും പുനരുദ്ധാനവുമാകുന്ന ക്രിസ്തു താൻ സ്നേഹിക്കുന്ന ലാസറിൻ്റെ തുറന്ന കല്ലറയുടെ സമീപത്ത് മരണത്തിന്മേലുള്ള അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു, ലാസറെ, പുറത്തു വരിക. അങ്ങനെ നിത്യജീവനാകുന്നവൻ്റെ വിളി കേട്ട് ഇരുട്ടിൽ കിടന്നവൻ, ജീവൻ നഷ്ടപ്പെട്ട് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ പ്രകാശത്തിലേക്ക് മെല്ലെ നടന്നു വരുന്നു. പ്രിയരെ, മക്കളുടെ ഇരുൾ നിറഞ്ഞ ജീവിത രീതികൾ കണ്ട് കണ്ണുനീർ പൊഴിക്കാത്ത മാതാപിതാക്കളില്ല. നെഞ്ചു തകരാത്ത അപ്പനും അമ്മയുമില്ല. മക്കളെ ജീവനിലേക്ക് കൊണ്ടുവരണമേ ജീവനുള്ള നാഥ എന്ന മാതാപിതാക്കളുടെ യാചനകൾ മാത്രം കേൾക്കുന്ന ദൈവമല്ല നമ്മുടേത്. മാതാപിതാക്കളോട് കൂടെ അവരുടെ മക്കളുടെ തിന്മയെ പ്രതി സങ്കടപ്പെടുന്ന, വിലപിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം ഇരുൾ നിറഞ്ഞ അന്ധകാരത്തിലായിരിക്കുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, വിശുദ്ധി എന്തെന്നറിയാത്ത എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ തിരികെ അവിടുത്തെ ജീവനിലേക്ക് കൊണ്ടുവരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.